ഹായ് ഫ്രണ്ട്സ്, കാഞ്ഞിരപ്പള്ളി കൂടെ പോകുമ്പോൾ നല്ല ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ, നല്ല ഊണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ, നല്ല ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ കാഞ്ഞിരപ്പള്ളി ടൗണിലുള്ള വർഷങ്ങളായിട്ടുള്ള ഒരു ഹോട്ടലാണ് ഹോട്ടൽ തറവാട്. അവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ ഈ ഹോട്ടലിൻ്റെ സൈഡിൽ കൂടെ താഴേക്കൊരു വഴി കിടപ്പുണ്ട്. ആ വഴിയെ പോയാൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് കയറി ഭക്ഷണം കഴിക്കുകയും ചെയ്യാൻ, വേറെ പ്രശ്നങ്ങളൊന്നും. മീൽസ്, ബിരിയാണി ഇതെല്ലാം ഉണ്ട് അവിടെ. അതാണ് ഹോട്ടൽ തറവാട്. നമുക്കതൊന്ന് പരിചയപ്പെടാം. അല്ല, എന്നാ ഉണ്ട് കഴിക്കാൻ? ചോറുണ്ട്, ബിരിയാണി ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, കപ്പ് ബിരിയാണി ഉണ്ട്, കൊത്തു പൊറോട്ടയാ. എനിക്കൊരു ഊണ് വേണമായിരുന്നു. ഒന്നും വേണ്ട, വെജിറ്റേറിയൻ. 365 ദിവസവും അവിയൽ വിളമ്പുന്ന ഒരു ഹോട്ടലാണിത്. നമ്മൾ നാടൻ കറികൾ, നല്ല ടേസ്റ്റുള്ള കറികൾ, നല്ല ഒന്നാന്തരം ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുത്തരിച്ചോറാണ് വിളമ്പുന്നത്. എല്ലാ ഹോട്ടലിലൊന്നും കുത്തരിച്ചോറ് ഇപ്പോൾ കിട്ടുകയില്ല, നല്ല വിലയാണ് അതിന്. അവിടെ ഒരു പാഴ്സൽ മേടിച്ചാൽ ഇലക്കകത്താണ് അവർ പാഴ്സൽ തരുന്നത്. ഇലക്കകത്ത് പാഴ്സൽ, അവിയൽ, മോര്, പുളിശ്ശേരി, രസം, തോരന്, എല്ലാ കറികളും ഉണ്ട്. നല്ല ഒരു ഊണ് റേറ്റും ഇവിടെ വളരെ കുറവാണ്. നല്ല വൃത്തിയായിട്ടുണ്ടാക്കുന്ന ഒരു കടയാണിത്. അപ്പം ചോറുണ്ണാനും ബിരിയാണി കഴിക്കാനും, ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഉണ്ടോ, നല്ല പയർ കറി, 2-3 ടൈപ്പ് അച്ചാറുകൾ, ഇതെല്ലാം നമുക്ക് ചോറിനകത്ത് വെച്ച് തരും. പിന്നെ നമുക്ക് ബാക്കി ചാറ് കറികളെല്ലാം നല്ല രീതിയിൽ, പുതിയ രീതിയിൽ, ഇതാണ് നല്ല പൊതിച്ചോറ് പോലെയാണ് കെട്ടിത്തരുന്നത്. ഈ പൊതിച്ചോറ് പോലെ ഇലക്കകത്ത് ചോറ് കെട്ടുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് നമുക്കറിയാമല്ലോ. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് പൊതിച്ചോറ് കൊണ്ടുവന്ന് ഉച്ചയ്ക്കൊക്കെ നമ്മൾ ഉണ്ണുമ്പോൾ അതിൻ്റെ ആ മണവും ആ ടേസ്റ്റും ഒക്കെ ശരിക്കും കിട്ടും. ഈ പല ഹോട്ടലുകളിലും ഇപ്പം അങ്ങനെ ഉണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് ചോറും കറികളും പൊതിച്ചോറായിട്ടാണ് ഇവരിവിടെ കെട്ടിത്തരുന്നത്. ഇത് കൂടാതെ ഇതിനകത്ത് ബാക്കി സാധനങ്ങളെല്ലാം നമുക്ക് ഓരോ കൂടിനകത്ത്, പുതിയ പ്ലാസ്റ്റിക്കിലൊന്നും അല്ല കിട്ടുന്നത്. നമുക്ക് ഫുഡ് പൊതിയുന്ന കൂട്ടിൽ തന്നെയാണ് കിട്ടുന്നത്. എല്ലാവരും നല്ല ഹൈജീനായിട്ടാണ് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നല്ല കള്ളപ്പം രാവിലെ ഇവിടെ തരുന്നുണ്ട്. കള്ളപ്പമുണ്ട്, അപ്പമുണ്ട്, ഇടിയപ്പമുണ്ട്, നല്ല വെജിറ്റബിൾ കറിയുണ്ട്, മുട്ടക്കറിയുണ്ട്, ബീഫുണ്ട്, മീൻകറിയുണ്ട്, നമ്മുടെ നാടൻ മീൻകറിയുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകിട്ടത്തെ കാപ്പിക്കും ഈ ഹോട്ടൽ നല്ലതാണ്. ഈ ചോറെല്ലാം നല്ല രീതിയിൽ നമുക്ക് പാക്ക് ചെയ്താണ് അവർ പാഴ്സൽ തരുന്നത്. അവിടെ ഹോട്ടലിൽ തരുന്നതാണേലും നല്ല സെപ്പറേറ്റ് കറികളെല്ലാം തിരിച്ച് ആവശ്യത്തിന് ചോറും കറികളും എല്ലാം കിട്ടും. നല്ല ഇപ്പോഴത്തെ കാലത്ത് നല്ല ഹോട്ടലുകളാണ് ഇല്ലാത്തത്. കാരണം അതുകൊണ്ട് നല്ല ഒരു ഹോട്ടൽ കാഞ്ഞിരപ്പള്ളി വരുന്നവർക്ക് ചോറുണ്ണാൻ പറ്റിയത് നമ്മൾ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ഊണുണ്ടോ? ഊണുണ്ട്. സാധാരണ ഊണുണ്ടോ? വെജ് ഊണുണ്ട്, നോൺ വെജ് ഊണുണ്ട്. വെജിന് എന്നാ റേറ്റ്? വെജ് ഊണ് നമുക്ക് വരുന്നത് 90 രൂപയാണ്. 8 കൂട്ടം കറിയും ചാറുകറിയും കൂടി ചേർത്ത് 90 രൂപയാണ് വരുന്നത്. നോൺ വെജിനാണ് നമ്മൾ സ്പെഷ്യലായിട്ട് പൊടിമീനുണ്ട്, പിന്നെ മത്തിയുണ്ട്, അയലയുണ്ട്, കാളാഞ്ചിയുണ്ട്. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് താറാവ് റോസ്റ്റ് ഉണ്ട്, പിന്നെ ചിക്കൻ റോസ്റ്റ് ഉണ്ട്, ബീഫ് കറി ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് എന്നൊക്കെയുള്ള? ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അപ്പമുണ്ട്, ഇടിയപ്പം, കള്ളപ്പം, പൊറോട്ട, ചപ്പാത്തി, മസാല ദോശ, നെയ് റോസ്റ്റ്, പ്ലെയിൻ ദോശ, പിന്നെ കപ്പ, മീൻകറി. കറികൾ മുട്ടക്കറി ഉണ്ട്, മുട്ട റോസ്റ്റ് ഉണ്ട്, വെജിറ്റബിൾ കറി ഉണ്ട്, പിന്നെ കടലക്കറി ഉണ്ട്, മീൻകറി ഉണ്ട്, ബീഫ് കറി ഉണ്ട്. പിന്നെ നമുക്കിവിടെ ഹലാൽ ഫുഡ് കിട്ടുമോ? എല്ലാം ഹലാലാണ്. വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. ഓക്കെ. ഇഷ്ടംപോലെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ, ഇപ്പോഴത്തെ കാലത്ത് വണ്ടി പാർക്ക് ചെയ്യാനാണല്ലോ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. അതുകൊണ്ട് പാർക്കിംഗ് സൗകര്യം ഉണ്ട്. നല്ല വെള്ളമാണ് അവിടെ തന്നെ, കിണറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ധൈര്യമായിട്ട് ഫുഡ് കഴിക്കാവുന്ന നല്ല ഹോട്ടലാണ്.
പിന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, സാധാരണ ഹോട്ടലുകളിൽ കാണാത്ത ധാരാളം ഇടയുള്ള നല്ല വൃത്തിയുള്ള 4ഓളം ടോയ്ലറ്റുകൾ ഇവിടെ ഈ ഹോട്ടലിലുണ്ട്. അതുകൊണ്ട് യാത്ര ചെയ്ത് വരുന്നവർക്കൊക്കെ വളരെ അനുഗ്രഹമാണ് ഇവിടം.